പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ശിക്ഷകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ 10 ആളുകളെ കൊന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പകരം വീട്ടാൻ സാധിക്കുക ഒരാളെ കൊന്നതിന്റെ പകരം മാത്രമാണ്. ബാക്കി 9 പേരെ ശിക്ഷിച്ചതിന്റെ ശിക്ഷ ഇയാൾക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ നരകത്തിൽ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആരാണ് ഉറുമ്പിന്റെ കാലടിയോളം നന്മ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം അവൻ കാണുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരാണോ തിന്മകളും മ്ലേച്ഛതകളും ചെയ്യുന്ന ആളുകൾ ആ ചെയ്യുന്നത് ഒരു ഉറുമ്പിന്റെ കാലടിയോളമാണ് എങ്കിലും അവർ അതിന്റെ പ്രതിഫലം കാണുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരുന്നു. ഇത് മാത്രമല്ല സഹോദരങ്ങളെ, ദുനിയാവിൽ കുറ്റങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ധാരാളം പഴുതുകളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതൊന്നും നടക്കുകയില്ല. ദുനിയാവിൽ കോടതികളുടെ പഴുതിൽ, വക്കീലന്മാരുടെ നാവിന്റെ ബലത്തിൽ, പൈസയുടെ തിളപ്പിൽ, ശുപാർശയുടെ മറവിൽ രക്ഷപ്പെട്ട് നടക്കുന്നവനെ കാണുമ്പോൾ നീതിബോധമുള്ളവന്റെ മനസ്സ് പറയും, ഇവരെയൊക്കെ ശിക്ഷിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ എന്നുള്ള വാക്കാണ് നീതിബോധമുള്ള ഒരുവൻ പറയുക. അവിടെ എന്തായാലും അവർ രക്ഷപ്പെടുകയില്ലല്ലോ എന്ന ചിന്തയായിരിക്കും നീതിമാന്മാർക്കുണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സമാധാനവും ഇതാണ്, ആ നീതിയുടെ ദിവസം ഉണ്ട് എന്നുള്ളത്. അതിനാൽ സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്ന കാര്യം നോക്കൂ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, എല്ലാവരും മരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങൾ പ്രവർത്തിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിന്റെയൊക്കെ പ്രതിഫലം ഒന്നുപോലും കുറയാതെ നിങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ ലഭിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാം. ചിലരെങ്കിലും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, എന്തുകൊണ്ടാണ് ദുനിയാവിൽ തന്നെ നമുക്ക് ഇന്നത് ലഭിക്കാത്തത്? നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന ആളുകളാണ്, നിങ്ങൾക്കെന്തേ നിങ്ങളുടെ അള്ളാഹു ഒന്നും തരാത്തത് എന്ന ബാലിശമായ ചില വാദങ്ങൾ ചിലർ പറയുന്നതായി കാണാം. ഇതാണ് സഹോദരങ്ങളെ അതിനുള്ള ഉത്തരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത പ്രതിഫലം ഒന്നുപോലും കുറയാതെ ഇൻഷാ അല്ലാഹ് നമുക്ക് നൽകുന്നതാണ്.